ബാങ്ക് ഇടപാടുകാർക്ക് ഇതാ ഒരു അടിയന്തര മുന്നറിയിപ്പ് എത്തിയിരിക്കുന്നു. നിങ്ങളുടെ ഫോണിലെ വാട്സപ്പ് വഴി ബാങ്കിംഗ് സേവനങ്ങൾ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ സൂക്ഷിക്കുക. ഈ സൗകര്യം ഇനി അധികകാലം ഉണ്ടാകില്ല. UAE സെൻട്രൽ ബാങ്ക് ബാങ്കിംഗ് ലോകത്ത് വിപ്ലവകരവും എന്നാൽ കർശനവുമായ ഒരു പുതിയ നിയമം നടപ്പിലാക്കിയിരിക്കുകയാണ്. സൈബർ തട്ടിപ്പുകാരും ഹാക്കർമാരും നിങ്ങളുടെ അക്കൗണ്ട് ശൂന്യമാക്കാൻ പുതിയ വഴികൾ തേടുമ്പോൾ ഉപഭോക്താക്കളുടെ പണം സംരക്ഷിക്കാൻ അധികൃതർ എടുത്ത ആ വലിയ തീരുമാനം എന്താണ്? ഏപ്രിൽ 30-ന് ശേഷം നിങ്ങളുടെ ബാങ്കിംഗ് ശീലങ്ങളിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. UAE സെൻട്രൽ ബാങ്ക് ബാങ്കിംഗ് ആവശ്യങ്ങൾക്കായി വാട്സപ്പ് ഉപയോഗിക്കുന്നതിന് കർശനമായ വിലക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞു. UAE-ലെ എല്ലാ ബാങ്കുകൾക്കും അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഇനി സാമ്പത്തിക സേവനങ്ങൾ നൽകുന്നതിനോ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനോ വാട്സപ്പ് പോലുള്ള ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്പുകൾ ഇനി മുതൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇത് സംബന്ധിച്ച് സെൻട്രൽ ബാങ്ക് ഓഫ് UAE കർശനമായ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ ഡേറ്റ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം. അടുത്ത കാലത്തായി കണ്ടുവരുന്ന പരാതികളുടെയും തട്ടിപ്പ് കേസുകളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ വാട്സപ്പ് വഴി ബാങ്കിംഗ് നടത്തുമ്പോഴാണ് തട്ടിപ്പുകാരും ഹാക്കർമാരും വിവരങ്ങൾ എളുപ്പത്തിൽ ചോർത്തുന്നതെന്നാണ് കണ്ടെത്തിയത്. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് UAE സെൻട്രൽ ബാങ്ക് എത്തിയത്. കൂടാതെ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി ബാങ്ക് ഉദ്യോഗസ്ഥരെന്ന വ്യാജേനെ ആളുകളെ പറ്റിക്കുന്ന കേസുകൾ, അക്കൗണ്ടുകൾ കൈക്കലാക്കുന്ന രീതി എന്നിവയും കണ്ടെത്തിയതിനാൽ ഇത് തടയാൻ ഈ പുതിയ നിയമത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് അധികൃതരും അഭിപ്രായപ്പെടുന്നത്. വാട്സപ്പിലെ വിവരങ്ങൾ പലപ്പോഴും UAEക്ക് പുറത്തുള്ള സെർവറുകളിൽ സൂക്ഷിക്കപ്പെടുന്നത് രാജ്യത്തെ ഡേറ്റ സുരക്ഷാ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം പുതിയ നിർദ്ദേശപ്രകാരം ചില കാര്യങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ ബാങ്കുകൾക്ക് അനുവാദമില്ല. നിങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ പങ്കുവെക്കാനോ ഒരു കാരണവശാലും പാടില്ല. പണം അയക്കൽ, ലോൺ അപേക്ഷകൾ, അക്കൗണ്ട് മാറ്റങ്ങൾ എന്നിവയും വാട്സപ്പ് വഴി ചെയ്യാൻ സാധിക്കില്ല. പാസ്വേഡുകൾ, പിൻ നമ്പറുകൾ, വൺ ടൈം പാസ്വേഡുകൾ എന്നിവ അയക്കാനും വാട്സപ്പ് ഉപയോഗിക്കരുത്. സാമ്പത്തിക രേഖകളോ അതുപോലെ സർട്ടിഫിക്കറ്റുകളോ മെസ്സഞ്ചർ ആപ്പുകൾ വഴിയും കൈമാറാൻ പാടില്ല. ഇത് സംബന്ധിച്ച് ഓരോ പ്രവാസിക്കും വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതേസമയം ഓരോ ബാങ്കുകളും അവരുടെ ഉപഭോക്താക്കളെ ഔദ്യോഗിക ചാനലുകളിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ബാങ്കിംഗ് ആവശ്യങ്ങൾക്കായി ബാങ്കിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പ്, വെബ്സൈറ്റിലെ ഓൺലൈൻ ബാങ്കിംഗ് പോർട്ടൽ, കസ്റ്റമർ കെയർ നമ്പറുകൾ എന്നിവ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇത് തട്ടിപ്പുകാരിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും. നേരിട്ട് ബാങ്ക് ശാഖകൾ എത്തി സേവനങ്ങൾ തേടുന്നതാണ് ഏറ്റവും സുരക്ഷിതം. 2026 ഏപ്രിൽ 30-നകം എല്ലാ ബാങ്കുകളും ഈ മാറ്റങ്ങൾ നടപ്പിലാക്കണമെന്നാണ് സെൻട്രൽ ബാങ്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിനാൽ ഇനി മുതൽ ആരെങ്കിലും ബാങ്ക് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് വാട്സപ്പിലൂടെ നിങ്ങളുടെ രേഖകളോ OTPയോ ചോദിച്ചാൽ അതൊരു കാരണവശാലും നൽകരുത്. കാരണം അത് തട്ടിപ്പായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാങ്കേതിക വിദ്യ വളരുന്നതിനൊപ്പം തന്നെ തട്ടിപ്പുകളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ UAE സെൻട്രൽ ബാങ്കിന്റെ ഈ തീരുമാനം വളരെ നല്ലതാണ്. നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലം സുരക്ഷിതമായിരിക്കാൻ ഇത്തരം കർശന നിയന്ത്രണങ്ങൾ കൂടിയേ തീരൂ. ഏപ്രിൽ 30-നകം എല്ലാ ബാങ്കുകളും ഈ മാറ്റങ്ങൾ വരുത്തണമെന്നിരിക്കെ ഉപഭോക്താക്കളായ നമ്മളും ജാഗ്രത പാലിക്കണം. പാസ്വേഡുകളോ OTPയോ ആരുമായും പങ്കുവയ്ക്കാതിരിക്കുക. ഔദ്യോഗിക ചാനലുകൾ മാത്രം ഉപയോഗിക്കുക എന്ന ശീലം വളർത്തിയെടുക്കുക. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യുക. സൈബർ തട്ടിപ്പുകളിൽ നിന്ന് അവരെയും സംരക്ഷിക്കുക.